അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിജിപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് BA അഫ്ളലുൽ ഉലമയുടെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള ഫങ്ഷണൽ അറബിക് എന്ന പുസ്തകത്തിൻ്റെ 4-ാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ യൂണിറ്റുകളിലുള്ള മറ്റു 3 ചാപ്റ്ററുകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകൾ നമ്മളെ വിജിപീഡിയ ട്യൂട്ടോറിയലിലെ പ്ലേലിസ്റ്റ് പരിധിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ചർച്ച ചെയ്യുന്നത് അസ്സിഹത്തു ബൈനൽ മാദി വൽ ഹാദിർ, അഥവാ കഴിഞ്ഞ കാലത്തെയും പ്രസന്റിലെയും ഒക്കെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. പഴയ കാലത്തെ ആളുകൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ചെയ്തിരുന്ന കാര്യങ്ങളും ഇപ്പോൾ അതിലുണ്ടാകുന്ന ചില മാറ്റങ്ങളുമാണ് ഇതിലെ ചർച്ചകൾ. സ്റ്റാർട്ടിങ്ങിനെ നോക്കൂ. ഫക്കിർ ഫിൽ ഇജാബ അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനാണ് പറയുന്നത്. 1. മൻ യതനാവലു തആമൻ കസീറൻ അന്നഹീഫു അമിസ്സമീനു, ആരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്? മെലിഞ്ഞ ആളുകളോ അതോ തടിയുള്ള ആളുകളോ? നഹീഫ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ആളുകൾ, സമീൻ എന്ന് പറഞ്ഞാൽ തടിയുള്ള ആളുകൾ. ആരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്? രണ്ടാമത്തേത് മാതാ തുഫദ്ദിലു, നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ? ദുജാജു, ചിക്കൻ ആണോ? അമിസ്സമക്കു, അതല്ല മത്സ്യമാണോ? അമില്ലഹ്മു, മാംസമാണോ? മാതാ, എന്താണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടങ്ങളാണ് ഉണ്ടാവുക. അടുത്തത് ഹൽ യദ്ഉ അൽ ഇസ്ലാമു ഇലൽ അക്ലിൽ കസീർ, വിശുദ്ധ ഇസ്ലാം ധാരാളം ഭക്ഷണം കഴിക്കുന്നതിനെ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. മിതവ്യയം ആവാനാണ് എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മനില്ലദി യൻസഹു ബിൽ ഹിമ്യത്തി, ആരാണ് ഈ ഡയറ്റ് കൊണ്ട് ഉപദേശിക്കപ്പെടുക? അസമീനു അമിൻ നഹീഫു, മെലിഞ്ഞ ആളാണോ അതല്ല തടിയുള്ള ആളാണോ? തടിയുള്ള ആൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഹിമ്യത്ത് കൊണ്ട്, ഡയറ്റിനെ കൊണ്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. എന്തായാലും നമുക്ക് ഇനി ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഇതിൽ കണ്ടെത്താൻ ശ്രമിക്കാം. കാനത്ത് അലാമത്തു സിഹത്തി ഫിൽ മാദി അൻ യകൂനൽ ഇൻസാനു സമീനൻ, പഴയ കാലത്ത് ആരോഗ്യത്തിന്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ അൻ യകൂനൽ ഇൻസാനു സമീനൻ, ആളുകൾ തടിയുള്ളവരായിരിക്കണം എന്നായിരുന്നു. ശരിയാണ് ആ പറഞ്ഞത്. പഴയ കാലത്തൊക്കെ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ നമ്മളോട് പറയാറുള്ളത് ധാരാളം കഴിച്ചോളൂ, എനിക്ക് ആരോഗ്യം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ശീലിച്ചവരാണ് നമ്മളെല്ലാം. പഴയ കാലത്തെ ഒരു ആരോഗ്യത്തിന്റെ ഒരു അടയാളമായി ഈ പറഞ്ഞ സെമീൻ അഥവാ തടിയുള്ളവരായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കസീറുൽ ലഹ്മി, അതുപോലെ ധാരാളം മാംസം ഉണ്ടായിരിക്കുക. വശഹ്മി, നെയ്യ് ഒക്കെ ഉള്ള ആളുകളായിരിക്കുക. ഫൽ സമീനു ഹുവ സ്വഹീഹ്, അന്നത്തെ ആളുകളുടെ ഒരു സങ്കല്പമാണ് തടിയുള്ള ആളുകളാണ് എന്ത്, നല്ല ആരോഗ്യവാന്മാർ. വൽ ഇൻസാനു നഹീഫു, മെലിഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹുവൽ മരീദ്, ഒരു രോഗികളാണ്, ഒന്നിനും കഴിയൂല എന്നൊക്കെയായിരുന്നു അന്നത്തെ ഒരു സങ്കല്പം. കാനന്നാസി യഅകുലൂന കസീറൻ ഇദാ വജദു അത്അമ, അപ്പോൾ അവര് ഭക്ഷണം അവർക്ക് ധാരാളം ലഭിക്കുമ്പോൾ അവർ ധാരാളമായി കഴിക്കുമായിരുന്നു. കാന റിജാലു യുഫദ്ദിലൂന അസ്സവാജ ബിൽ മർഅത്തി സമീന, മാത്രമല്ല പഴയ കാലത്തൊക്കെ ആളുകളെ അവര് ശ്രേഷ്ഠപ്പെടുത്തുമായിരുന്നു, അല്ലെങ്കിൽ അവർ പ്രിഫർ ചെയ്യുമായിരുന്നു അസ്സവാജ, വിവാഹം കഴിക്കലിനെ, ബിൽ മർഅത്തി സമീന, തടിയുള്ള സ്ത്രീകളെ. കാരണം അവർക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പഴയ കാലത്തെ സങ്കല്പം. വലാ യുഹിബ്ബൂന അസ്സവാജ ബിൽ മർഅത്തി നഹീഫ, മെലിഞ്ഞ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ അവർ ഇഷ്ടപ്പെടില്ലായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷെ നിങ്ങൾ നോക്കൂ, തഖദ്ദമ തിബ്ബു കസീറൻ അൽആൻ, ഇന്നത്തെ കാലത്ത് മെഡിസിൻ രംഗം വളരെയധികം പുരോഗതി പ്രാപിച്ചു. തഖദ്ദമ എന്നാൽ പുരോഗതി പ്രാപിക്കുക. വളഹറ അന്ന ഹുനാക അംറാദൻ തുസീബു ശഖ്സ സമീന, അപ്പോ പ്രകടമായി എന്ത്, ഇവിടെ ധാരാളം രോഗങ്ങളുണ്ട്, അത് തടിയുള്ള ആളുകളെ ബാധിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഈ അമ്രാദിൻ ഖത്തീറ, അതാവട്ടെ വളരെ പ്രയാസകരമായ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങളാണ്. ഖത്തീറ എന്നാണ് ഡേഞ്ചറസ്. ഇതുപോലെ അമ്രാദുൽ ഖൽബി, ഹൃദയ രോഗങ്ങൾ, വസുക്കരി, ഷുഗർ സംബന്ധമായ രോഗങ്ങൾ, ദമി, ബ്ലഡ് പ്രഷർ, BP സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ. لقد أصبحت البدانة اليوم علامة على المرض,
ഇന്നിപ്പോ ഈ ബദാനത്ത് അഥവാ നമ്മൾ ഈ പറയുന്ന പൊണ്ണത്തടി നമ്മൾ പറയുന്ന ഒബീസിറ്റി, ഈ ഒബീസിറ്റി എന്താണ്, ഇന്നൊരു അലാമത്ത് നൽ മറന്ന് ഈ രോഗത്തിന്റെ ഒരു അടയാളമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒബീസിറ്റി ഉള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ്. വാഹദന്നാസു യത്തബിഊന അൽ ഹിമ്യത്ത, അങ്ങനെ ആളുകൾ ഇപ്പോൾ ഡയറ്റിങ് ഫോളോ ചെയ്യാൻ തുടങ്ങി അല്ലെ, പല തരത്തിലുള്ള കീറ്റോ ഡയറ്റ്, അതുപോലെ അങ്ങനെ തുടങ്ങി അന്നജം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ഡയറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഡയറ്റുകൾ ആളുകൾ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. യത്തബിഊന ഫോളോ ചെയ്യുക. ഫയതനാവലൂന ത്വആമൻ ഖലീലൻ, അപ്പോൾ ആളുകൾ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നു. വയബ്തഇദൂന അനി സുക്കരിയാത്തി, അതുപോലെ ഷുഗർ സംബന്ധിയായിട്ടുള്ള ഷുഗറി പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവർ അകന്നു നിൽക്കുന്നു. വദ്ദുഹൂനി, അതുപോലെ ധാരാളം ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ അവർ ഒഴിവാക്കുന്നു. വന്നശവിയാത്തി, അതുപോലെ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള, അന്നജം അടങ്ങിയിട്ടുള്ള, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവർ ഉപേക്ഷിക്കുന്നു. വസ്ബഹൽ അത്തിബാഉ യുഹദ്ദിറൂന അന്നാസ, അങ്ങനെ ഡോക്ടർമാരൊക്കെ ഒരാളുകളെ താക്കീത് ചെയ്യാൻ ആരംഭിച്ചു. മിന ത്വഅമിൽ അബിയദി, വെളുത്ത ഭക്ഷണത്തിൽ നിന്ന്. വെളുത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ധാരാളമായി അന്നജം അടങ്ങിയിട്ടുള്ള അരിഭക്ഷണങ്ങളൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ തവിട് തീരെ ചേരാത്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങൾക്കാണ് ഉദ്ദേശിക്കുന്നത്. വൽ ഹലീബി കാമിലി ദസം, അതുപോലെ പൂർണ്ണമായും നമ്മൾ ഹോൾ മിൽക്ക് എന്ന് പറയുന്ന പൂർണ്ണമായും ദശമ അടങ്ങിയിട്ടുള്ള പാല്, അതൊക്കെ എന്ത് ചെയ്യുന്നു, നെയ്യ് എന്നൊക്കെ അർത്ഥം. അപ്പോ അതിനെയൊക്കെ ആളുകൾ ഡോക്ടർമാർ വല്ലാതെ താക്കീത് ചെയ്യാൻ തുടങ്ങി. അവർ പറയാൻ തുടങ്ങി, ഇബ്തഈദ് അനി സുക്കരി, നിങ്ങൾ ഷുഗർ എന്താക്കണം, നിയന്ത്രിക്കണം. ഖലീലൻ മിൻഹു ഫി ത്വഅമി, ഭക്ഷണത്തിലൊക്കെ വളരെ കുറച്ച് മാത്രമേ ഷുഗർ നിങ്ങൾ ചേർക്കാവൂ. അതേ പ്രകാരം ലാ തഅക്കുൽ, പിന്നെ ലാ തഅക്കുൽ ഖുബ്സൽ അബിയള, നിങ്ങൾ വെളുത്ത റൊട്ടി കഴിക്കരുത്. ബ്രൗൺ ആയിട്ടുള്ള റൊട്ടി, അതുപോലെ ബ്രൗൺ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെയാണ് ആളുകൾ ഇന്ന്, പിന്നെ ഡോക്ടർമാരൊക്കെ ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയത്. കുലിൽ ഖുബ്സൽ അസ്മറ, അതേ പ്രകാരം നിങ്ങൾ എന്ത് തവിട്ട് നിറത്തിലുള്ള ഖുബ്സ് കഴിച്ചോളൂ എന്നവർ പറയുന്നു. ലാ തഅക്കുൽ അറുസൽ അബിയള, നിങ്ങൾ വളരെ വെളുത്ത തരത്തിലുള്ള ചോറ് അല്ലെങ്കിൽ അരി നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കരുത്. കുലിൽ അറുസൽ അസ്മറ, നിങ്ങൾ തവിട്ട് നിറത്തിലുള്ള ചോറാണ് നിങ്ങൾ കഴിക്കേണ്ടത്, തവിടടങ്ങിയ ചോറാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നു. വാസ്വഹന്നാസു യത്തബിഊന അൽ ഹിമ്യ, അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ ആളുകളൊക്കെ ഈ ഡയറ്റിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫയകുലൂന ഖലീലൻ മിനൽ ലഹ്മിൽ അഹ്മർ, അപ്പോൾ അവർ വളരെ കുറച്ച് മാത്രമേ റെഡ് മീറ്റ് അവർ കഴിക്കാറുള്ളൂ. ലഹ്മുൽ അഹ്മർ എന്ന റെഡ് മീറ്റ്, ആടിന്റെ മാംസമൊക്കെ പോലെയുള്ള റെഡ് മീറ്റുകൾ, പശു മാംസമൊക്കെ പോലെയുള്ള. വൽ ബൈളി, അതുപോലെ മുട്ട അവർ ചുരുക്കി. തനാവലൂന കസീറൻ മിന സമക്കി, അതേ പ്രകാരം അവർ ധാരാളമായി മത്സ്യം കഴിക്കാൻ തുടങ്ങി. ദുജാജ്, ഇതേപോലെ ചിക്കൻ, ഖുദറവാത്തി, അതുപോലെ പിന്നെ പച്ചക്കറികൾ, ഖുദറവാത്ത് വെജിറ്റബിൾസ്, അതുപോലെ ഫവാക്കി, ഫ്രൂട്ട്സുകളൊക്കെ അവർ കഴിക്കാൻ ആരംഭിച്ചു. അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നു, നോക്കൂ, നഹൽ ഇസ്ലാമു അനിൽ ഇസ്റാഫി ഫി ത്വഅമി, ഭക്ഷണത്തിലുള്ള അമിതവ്യയത്തെ, എക്സ്ട്രാവാഗൻസ്, അതിന് ഇസ്ലാം വിലക്കുന്നുണ്ട്. അന്നൽ അക്ലൽ കസീറ, കാരണം ധാരാളം കഴിക്കുക എന്നുള്ളത് യദുറുൽ ഇൻസാന, മനുഷ്യനെ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഖാല തആല, വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, അതുപോലെ നീരായ സാധനങ്ങളൊക്കെ നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതവ്യയം അരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധാരാളമായി കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഒരു സംഗതിയാണ്. പക്ഷെ അത് ആവശ്യത്തിന് കഴിക്കുക എന്നതിലപ്പുറം അമിതമായി കഴിക്കുന്നതിന് അല്ലാഹു തആല പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് അത് വയറ് നിറയും തോറും മനുഷ്യനെ തിന്മകളിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ അങ്ങനെ ഒരു സംഗതി, പോളിസി അതിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കൂ, മാ മല ആദമിയുൻ, ഒരു മനുഷ്യനും നിറക്കുന്നില്ല, വ്യാൻ, ഒരു പാത്രത്തെയും, ശർറം മിൻ ബത്നിഹി, അവന്റെ വയറിനേക്കാൾ. മനുഷ്യൻ വയർ നിറക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നർത്ഥം. വ്യാസ്ബിബിനി ആദമ, ഒരു മനുഷ്യൻ, ആദമിന്റെ സന്തതിക്ക് മതി, അഖിലാത്തുൻ യുഖിംന സുൽബഹു, അവന്റെ
മുതുകിനെ നിവർത്തിപ്പിടിക്കാൻ ആവശ്യമായ ഏതാനും ചില ഉരുളകൾ മാത്രമേ അവന് ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ മനുഷ്യൻ ധാരാളമായി കഴിക്കുന്നവരാവരുത്. പ്രത്യേകിച്ച് മുസ്ലിംസ്. ചില ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു വയറിനുള്ളത് കഴിക്കുമ്പോൾ കാഫിറായ മനുഷ്യൻ 7 വയറിനുള്ളത് കഴിക്കുന്നു. അവിശ്വാസികൾ ധാരാളമായി കഴിക്കുന്ന സ്വഭാവം ഉണ്ടാവും. പക്ഷെ മുസ്ലിങ്ങൾ ഒരിക്കലും അങ്ങനെ ധാരാളം കഴിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ ഉണർത്തുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്നു, നോക്കൂ, ഫൈൻകാന ലാ മഹാലത്ത, ഇനി വളരെ അനിവാര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഫസുലുസുൻ ലിത്വാമി, അവന്റെ വയറിന്റെ ആമാശയത്തിന്റെ 1/3 ഭക്ഷണങ്ങൾക്ക് വേണ്ടി അവൻ മാറ്റിവെക്കട്ടെ. വസുലുസുൻ ലി ഷറാബി, 1/2 വെള്ളത്തിന് ചിലവഴിക്കട്ടെ. വസുലുസുൻ ലി നഫസിഹി, 1/1 ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഫ്രീ ആയിട്ട് കിടക്കട്ടെ. എന്തിനു വേണ്ടിയിട്ട്? അവന്റെ ഉച്ഛ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട്, അവന്റെ ശ്വാസം, വായു, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പാർട്ട്, 1/3 ഫ്രീ ആയിട്ട് കിടക്കണം എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ വയറ് നിറയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്ന്. ഇനി ഇതിൽ പ്രയോഗിച്ച ചില പ്രധാനപ്പെട്ട വേർഡുകളുടെ ഇംഗ്ലീഷ് ടേമുകളാണ്. ഷഹ്മ് പറഞ്ഞാൽ ഫാറ്റ്, സ്വഹീഹ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആള്, ഹലീബ് കാമിലു ദസം എന്ന് പറഞ്ഞാൽ ഹോൾ മിൽക്ക്, അതുപോലെ ഖദറാവാത്ത് വെജിറ്റബിൾസ്, വ്യായ് വെസൽ, ബദാനത്ത് ഒബീസിറ്റി, ഹദ്ദറ യുഹദ്ദറു ടു വാൺ, അസ്മർ ബ്രൗൺ, അതുപോലെ ഇസ്റാഫ് എക്സ്ട്രാവാഗൻസ്, അതുപോലെ സുൽബ് ബാക്ക് ബോൺ, സ്പെയിൻ എന്നൊക്കെ നമ്മൾ പറയും. ഇനി മുഖ്തദിരിവാത്തിലേക്ക് വരുമ്പോ നോക്കൂ എന്താ പറയുന്നത്. സ്വിൽ ബൈനൽ കലിമത്തൈനിൽ മുതലാദ്ദൈനി, സ്വിൽ എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ്. പരീക്ഷയ്ക്കൊക്കെ സാധാരണ ചേരുംപടി ചേർക്കാൻ ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെ സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് സ്വിൽ. സ്വിൽ എന്നാൽ മാച്ച് എന്നർത്ഥം. അപ്പോൾ ബൈനൽ കലിമത്തൈനി, താഴെ കൊടുക്കുന്ന 2 വേർഡുകൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. മുതലാദ്ദത്തൈനി, അത് രണ്ടും പരസ്പര വിരുദ്ധമായിരിക്കണം എന്നർത്ഥം. അപ്പൊ യതശാബഹു എന്ന് പറഞ്ഞാൽ സാദൃശ്യമാവുക എന്നുള്ളതാണ്. അപ്പൊ തൊട്ടപ്പുറത്തെ പേജിൽ പറയുന്നുണ്ട് യഖ്തലിഫു എന്നുള്ള. അപ്പൊ യഖ്തലിഫു എന്നാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഡ്. യതശാബഹു സാദൃശ്യമാവുക, യഖ്തലിഫു വ്യത്യാസമാവുക. സ്വഹീഹ് നേരത്തെ പറഞ്ഞല്ലോ, ഹെൽത്തി എന്നർത്ഥം. അപ്പോൾ ഹെൽത്തി മാൻ, ആരോഗ്യമുള്ള മനുഷ്യൻ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഏതാ? മരീള് എന്നാണ്. അതും അപ്പുറത്തെ പേജിൽ നോക്കിയാൽ കാണാം. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോ എന്താണുള്ളത് നോക്കൂ. മറലുൻ, മറല് എന്നുള്ളതിന് ഓപ്പോസിറ്റ് ഏതാ? സിഹത്ത്. മറലന രോഗം. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആരോഗ്യം. യസീദു വർദ്ധിക്കുന്നു. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഏതാ? കുറയുന്നു. അതിനാണ് യങ്കുസു, അപ്പുറത്തെ പേജിലുണ്ട്. സെമീൻ എന്ന് പറഞ്ഞാൽ തടിയുള്ളയാൾ എന്നർത്ഥം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നഹീഫുൻ, മെലിഞ്ഞയാൾ എന്നാണ് അതിനോട് യോജിക്കുന്നത്. കസീർ ധാരാളം. അപ്പൊ അതിനോട് യോജിക്കുന്നത് ഖലീൽ എന്നാണ്. അതും എന്തുണ്ട്? അപ്പുറത്തെ പേജിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. ഇനി അടുത്തത് തദ്രീബ്. ഹവ്വിൽ അൽ കലിമാത്തി താലിയ കമാഫിൽ മിസാലി. ഈ കലിമത്തുകളുടെ മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപ്രകാരം താഴെയുള്ള കലിമത്തുകളെല്ലാം നിങ്ങൾ മുതാരിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടൊക്കെ നമ്മൾ മുതാരി കൊണ്ടുവരും. ഇവിടെ ജറ എന്നുള്ളതിന് മുതാരി എജിരി എന്ന് കൊടുത്തത് കണ്ടു. അപ്പൊ ഖല എന്നുള്ളതിന് മുതാരി എന്തായിരിക്കും? യഖ്ലി എന്നാണ് വരിക. ദറ, യദിരി, അഗ്ന എന്നതിനോട് ചെറിയ മാറ്റം ഉണ്ടാവും. അതായത് ഈ പറയുന്ന 3 ഫീലും നിങ്ങൾ നോക്കൂ, ഇതൊക്കെ തുലാസി ആണുള്ളത്. തുലാസി മുജറദാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നതല്ല അങ്ങനെയല്ല, അത് റുബായി ആണ്. റുബായി ആയ ഫീലുകളുടെ മുതാരി വരുമ്പോൾ യുഫൈലു അതിനാണ് ഉണ്ടാവുക. അപ്പൊ അഗ്ന എന്നുള്ളതിന്റെ യൂനി എന്നാണ് വരിക. അംസ, യുംസി, മഷ കൊണ്ട് ഇവിടെ എന്താവും? എംഷി എന്നാകും. അതുപോലെ അത്ത എത്തി എന്നാകും. അത്ത റുബായി ആണ്. അപ്പൊ എന്താവും? യുഎത്തി എന്നാകും. ലബ്ബ, യുലബി, അതുപോലെ അഹ്ദ, യുഹ്ദി, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഇതിന്റെ മുതാരികൾ വരിക. അപ്പൊ ഈ രൂപം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി മുലാഹള നഹ്വിയ. നഹ്വിയ ചില പോയിന്റ്സുകളാണ്. നിങ്ങൾ നോക്കൂ. അഖ്സാമുൽ കലിമത്തി സലാസ, 3 ഇസ്മ, ഫീല്, ഹർഫ്, ഇങ്ങനെ 3 ഉള്ളത്. അതിൽ നിങ്ങൾ നോക്കൂ, ഇതിൽ ഓരോന്നിനും ഓരോ കോളങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം കൊടുത്താൽ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. നോക്കൂ, ഇസ്മുകളിലുള്ള വരുന്ന ഒക്കെ പേരുകളായിരിക്കും. ഒന്നുകിൽ ഒരു വ്യക്തിയുടെയോ ഒരു സാധനത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ പിന്നെ ഒരു ഗ്രൂപ്പിന്റെയോ ഒക്കെ പേരുകളാണ് ഇതിൽ കൊടുത്തതെല്ലാം. നോക്കൂ, മുഹമ്മദ് ഒരാളുടെ പേരാണ്, സൈനബ് ഒരാളുടെ പേര്, അന്നാസ് ഒരു വർഗനാമം, അൽ വക്തൻ ഒരു സമയത്തിന്റെ പേര്, ഒരു പ്രോഡക്റ്റിന്റെ പേര്, ഒരു സാധനത്തിന്റെ പേര്, ദുജാജ് ഒരു സംഗതിയുടെ പേര്, അങ്ങനെയൊക്കെ പേരുകളായിരിക്കും. ഫേല് എന്ന് പറയുന്ന ഒക്കെ എന്താണ്? ഒന്നെങ്കിൽ കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിന്റെ മേൽ അറിയിക്കുന്നതോ, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തിന്റെ മേലോ ഒക്കെ അറിയിക്കുന്നതായിരിക്കും.
ജലസ ഇരുന്നു കഴിഞ്ഞ കാലം, മാറസ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞ കാലം, യഹ്മിലു ചുമക്കുന്നു പ്രസന്റ് ആണ് അല്ലെങ്കിൽ ഫ്യൂച്ചറാണ്, യുഫദ്ദിലു ഒക്കെ, യകൂനു യഖ്തലിഫു ഒക്കെ എന്താണ് ഫ്യൂച്ചറാണ്. ഇദ്ഹബ് എന്ന് പറയുന്ന അമ്രു ഫീലാണ്, കൽപ്പനാക്രിയയാണ്. അപ്പൊ അങ്ങനെ വിവിധ തരത്തിലുള്ള ഫീലുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഹർഫുകളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം, ഹർഫുകളിൽ അധികവും നിങ്ങൾ നോക്കിയാൽ കാണുന്നതിലെല്ലാം എന്താണ് ഒന്നോ രണ്ടോ ഹർഫുകളും ചുരുക്കപ്പെട്ടതായിരിക്കും. അത് ഹർഫുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇൻഷാല്ലാം. പിന്നെ മാത്രമല്ല ഇതിനൊന്നും ഉണ്ടാവില്ല, ഈ ഫീലുകളുള്ളത് പോലെ മൂന്നാമതൊരു കാലത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് ഹർഫുകളിൽ ഉണ്ടാവില്ല. ഹർഫുകൾ ഏതെങ്കിലും ഒരു കാലത്തോട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അതാണ് അതിൻ്റെ ഒരു മാറ്റം. മാത്രമല്ല അതിന് സ്വയം ഹർഫുകൾക്ക് അസ്തിത്വം ഉണ്ടാവില്ല. ഇസ്മുകൾക്ക് പിന്നെ ഉള്ളത് പോലെ അല്ല, ഇതിന് അർത്ഥം വരുന്നത് ശേഷമുള്ള അല്ലെങ്കിൽ മുമ്പുള്ള പദങ്ങൾക്ക് അനുസരിച്ചാണ് ഇതിന് ഹർഫുകൾക്ക് അർത്ഥം വരുന്നത്. അപ്പൊ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി താഴെ കൊടുത്ത ഉദാഹരണങ്ങളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കൂ. ഇവിടെ ഇപ്പം എന്ത് ചെയ്യണം, അടുത്ത പേജിൽ കാണാം. നമ്മളിവിടെ സ്വന്നിഫൽ കലിമാത്തി താലിയ ഇലൽ ഇസ്മി വൽ ഫിഅലി വൽ ഹർഫി. ഇവിടെ ഇസ്മി ഫീൽ ഹർഫ് എന്താക്കണം, നമ്മൾ പിന്നെ ഭാഗതിരിക്കണം, സിൻഫാക്കി തിരിക്കണം. നിങ്ങൾ കൊടുത്ത് നോക്കി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പദ്ധതികൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള എളുപ്പമായിരിക്കും. ഫീലുകൾ തിരിച്ചറിയാൻ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമതൊരു കാലത്തോട് യോജിച്ച് വരുന്നതായിരിക്കും ഫീലുകൾ. അതൊരു ഐഡിയ ആണ്. പിന്നെ വേറൊരു മാർഗം ഉള്ളതെന്ന് വെച്ചാൽ ഈ അവസാനത്തിൽ ഉണ്ടാകുന്ന തേനീസിനെ സൂചിപ്പിക്കുന്ന താവ്, അതുപോലെ ദഹബ്ത, ദഹബ്തി, ദഹബ്തു എന്നൊക്കെ പറയുന്നതിൽ വരുന്ന വിവിധ തരത്തിലുള്ള താവുകൾ, അതൊക്കെ ഫീലിന്റെ അടയാളങ്ങളായി വരുന്നതായിരിക്കും. ഫീലുകളെ തിരിച്ചറിയാൻ അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. പിന്നെ ഇസ്മുകൾ തിരിച്ചറിയാൻ കുറച്ച് സിമ്പിളായ മാർഗങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് എന്ത്, ജെറ് ഉണ്ടോ നോക്കിയാൽ മതി. ഒരു സെന്റൻസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് തന്നിട്ട് അതിൽ ഇസ്മ ഫീൽ ഹർഫ് തിരിക്കുകയാണെങ്കിൽ ജെറ് ഉള്ള ഇസ്മുകൾ ജെറ് ഉള്ള വാക്കുകൾ കണ്ടാൽ മനസ്സിലാക്കുക അത് ഇസ്മായിരിക്കും. ഉദാഹരണം, ദഹബ്തു മിനൽ മദീനത്തി ഇല സൂഖി എന്ന് പറയും. മിനൽ മദീനത്തി എന്നുള്ള എന്തായിരിക്കും, ഇസ്മായിരിക്കും. കാരണം എന്താ, ജെറുണ്ട്. അതുപോലെ മറ്റൊരു അടയാളമാണ് എന്ത്, തെൻവീൻ. തെൻവീൻ ഉണ്ടോ നോക്കിയാൽ മതി. തെൻവീൻ ഉണ്ടെങ്കിൽ അത് ഇസ്മായിരിക്കും. ഉദാഹരണം, സൈദുൻ ഇസ്മാണ്, ഖലമുൻ ഇസ്മാണ്. അതുപോലെ വേറൊരു മാർഗമാണ് അല്ല്. ഇതൊക്കെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന മാർഗങ്ങളാട്ടോ, ഞാൻ ഷോർട്ടാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലുള്ള ഏത് ഇസ്മും ഏത് വാക്കും എന്തായിരിക്കും, ഇസ്മായിരിക്കും. ഉദാഹരണം പറയാ, അന്നാസ് ഇസ്മാണ്. അതുപോലെ അൽ ബഖറ എന്താണ്, ഇസ്മാണ്. അതുപോലെ അർറജുൽ ഇസ്മാണ്. ഇങ്ങനെ വരുന്ന കുറേ സംഗതികളുണ്ട്. അല്ല് വരുന്ന നോക്കിയാൽ മതി. ഒരു തന്ത്രമാണ്. പിന്നെ അർഫുകൾ നമ്മളെ ഇസ്മും ഫീലും അല്ലാത്ത വാക്കുകളെല്ലാം അർഫുകളായിരിക്കും. പിന്നെ തിരിച്ചറിയാനുള്ളൊരു മാർഗം നേരത്തെ പറഞ്ഞു, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒക്കെ അക്ഷരങ്ങൾ ഉള്ളതായിരിക്കും അധികം എന്ത്, ഹർഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിൽ ഓരോന്നും അങ്ങനെ ചെയ്ത് വെക്കിയാൽ മതി. അർത്ഥം എന്താ, വായിച്ചു. ഒരു മൂന്നാമതൊരു കാലത്തോട് ബന്ധമുണ്ട്, അതുകൊണ്ട് അത് ഫെയിലാണ്. അടുത്ത യശ്രിബു. യശ്രിബു എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു കാലത്തോട് ബന്ധമുണ്ട്, അത് ഫെയിലാണ്. യുസല്ലി നിസ്കരിക്കുന്നു, മൂന്നാമതൊരു കാലത്തോട് ബന്ധമുണ്ട്. അസ്റുൻ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ തെൻവീൻ ഉണ്ട്. തെൻവീൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഇസ്മിന്റെ അടയാളമാണ്. വാവ് ഒറ്റ അക്ഷരമേ ഉള്ളൂ, അത് ഹർഫാണ്. തുമ്മ, തുമ്മ എന്ന് പറയുന്നത് പിന്നെ ഒരു ഇസ്മാണ്, അർഫിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല, അതൊരു ഇസ്മാണെന്ന് പറയാം. പിന്നെ അപ്പൊ ഇതുപോലെ ഇല എന്നുള്ളത് അർഫാണ്. ജിബാൽ തെൻവീൻ കണ്ടല്ലോ, അപ്പൊ ഇസ്മാണ്. യക്കൂല് മൂന്നാമതൊരു കാലത്തോട് ബന്ധമുണ്ട്, പറയുന്നു, അപ്പൊ ഫീലാണ്. വലാത്തും തെൻവീൻ ഉണ്ട്, കൊണ്ട് ഇസ്മാണ്. അങ്ങനെ ഓരോന്നും നോക്കിയാൽ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഇസ്മ ഫീൽ ഹർഫ് വേർതിരിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കിക്കുക. ഓക്കെ, ഞാൻ അടുത്തൊരു കാര്യം പറയാനുള്ളത് പിന്നെ റത്തിബ് അൽ കലിമാത്തി താലിയ ലിതസ്ബഹ ജുംലത്തൻ മുഫീദ. താഴെ കൊടുക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് ഓർഡർ ആക്കിയാൽ നല്ലൊരു പൂർണ്ണമായ സെന്റൻസ് നമുക്ക് ലഭിക്കും. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ഓർഡർ ആക്കാനാണ് പറയുന്നത്. പിന്നെ അപ്പൊ എന്താ പറയുന്നത്, ഒന്നാമത്തെ നോക്കൂ, അൻ സൈനബു സമീനത്തുൻ തുരീദു തെക്കൂന. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ആക്കാം, തുരീദു സൈനബു അൻ തെക്കൂന സമീനത്തൻ. സൈനബ് എന്താകുന്നു, ഒരു തടിയുള്ളവൾ ആകാൻ എന്ത് ചെയ്യുന്നു, ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തേത് മിസ്ലുക അഷ്ഉറു ബി ആലാമിൻ കുന്തു അൽ മൈദ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർഡർ ആക്കാം, കുന്തു അഷ്ഉറു ബി ആലാമിൻ മൈദത്തി മിസ്ലക. എനിക്കും
വയറിന്റെ ആമാശയത്തിന്റെ വേദനകൾ അനുഭവപ്പെടുന്നു നിന്റേതുപോലെ തന്നെ. മൂന്നാമത്തേത് എങ്ങനെ പറയാ? മുഹമ്മദുൻ അഖദ യതനാവലു കസീറൻ മിന ത്വആമി, മുഹമ്മദ് ധാരാളം ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു എന്ന്. അതുപോലെ അടുത്തത് എന്ത് ചെയ്യാ? അൽ അഖ്ലുൽ കസീറു യുസീബുൽ ഇൻസാന ബിൽ ബദാനത്തി, കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? അൽ അഖ്ലുൽ കസീറു യുസീബുൽ ഇൻസാന ബിൽ ബദാനത്തി, ധാരാളമായി കഴിക്കുന്നത് മനുഷ്യന് ബദാനത്ത് അഥവാ ഒബീസിറ്റി, പൊണ്ണത്തടി ഉണ്ടാക്കും. അഞ്ചാമത്തേത് അൽ ഹിമ്യത്തു അൽ മർള യത്തബിഊന അസ്ബഹ, പറഞ്ഞു പറയാ അസ്ബഹ അൽ മർള യത്തബിഊന അൽ ഹിമ്യത, രോഗികൾ അവർ ഡയറ്റ് ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. ഹിമ്യത്ത് എന്ന വാക്ക് ഓർത്ത് വെക്കുക, അത് എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു വാക്കാണ്. ഈ ബുക്ക് പഠിക്കുന്ന സമയത്ത് ഡയറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹിമ്യത്ത്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് വിഷയം വരുന്നത് അലാമത്തു തർഖീമാണ്, അഥവാ പങ്ക്ച്വേഷൻസ് മാർക്സ്. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അലാമത്തു തർഖീം ഹിയ റുമൂസുൻ ഇസ്തിലാഹിയ, ചില ടേംസുകളുടെ ചിഹ്നങ്ങളാണ് ഈ പറയുന്ന പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത്. അല്ലാതെ മിൻഹ തൻദീമുൽ ഖുറാഅത്തി വൽ കിതാബ, ഈ വായനയെയും എഴുത്തിനെയും ഒക്കെ ഓർഡർ ആക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉണ്ടല്ലോ, ഓരോ പോയിന്റും ഇപ്പോൾ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ അത് അറിയിക്കാനുള്ളതാണ് പുള്ളി. അപ്പൊ പുള്ളി ഇട്ട് കഴിഞ്ഞാൽ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ സെന്റൻസ് അവസാനിച്ചു എന്നാണ് അറിയിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് ക്വസ്റ്റ്യൻ മാർക്സ്. ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യത്തെ അറിയിക്കാനുള്ളതാണ്. ഫാസിലത്ത്, കോമ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒന്നിലധികം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കോമ ഇട്ട് എന്ത് ചെയ്യും? വേർതിരിക്കാറുണ്ട്. അലാമത്ത് താജ്ജുബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്കാണ്. നമ്മൾ എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ, വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നിടത്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചേർക്കുക. ഇതിൽ ഓരോന്നിന്റെ ഉദാഹരണം ഉദുറുസ് സ്വലാഹിൽ അൽ അംസില എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും. തനാവൽത്തു ദവാ, ഞാൻ മരുന്ന് കഴിച്ചു. കഴിച്ചു എന്ന് പറഞ്ഞു ആ സെന്റൻസ് അവസാനിച്ചപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന, അറബിയിൽ നമ്മൾ അതിന് പറയുന്ന പേര് നുക്ത എന്നാണ്. നുക്ത നമ്മൾ ഇട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ മിനൈന അഷ്തരിഹി, ഞാനിത് എവിടെ നിന്നാണ് വാങ്ങുക? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വേണം, അഥവാ നേരത്തെ പറഞ്ഞ അലാമത്തു ഇസ്തിഫ്ഹാം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇനി മൂന്നാമത്തത് സൈനബു നഹീഫത്തുൻ മറിയമു സമീനത്തുൻ, സൈനബ് വളരെ മെലിഞ്ഞവളാണ്, മറിയമു വളരെ തടിച്ചിയുമാണ്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇത് രണ്ടിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സൈനബയെ പറ്റിയുള്ള കാര്യം അവിടെ അവസാനിച്ചു എന്നറിയിക്കാൻ ഫാസുലത്ത് അഥവാ കോമ അവിടെ ചേർത്തു. മറ്റൊന്ന് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ അവിടെ വണ്ടർഫുൾ എന്ന് പറയുന്ന സിറ്റുവേഷനെ സൂചിപ്പിക്കാനാണ് ഈ പറയുന്ന എക്സ്ക്ലമേറ്ററി സൈൻ കൊടുത്തിട്ടുള്ളത്, അഥവാ അലാമത്തു താജ്ജുബ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളതൊരു തദ്രീബാണ്. ഡിക്ഷണറി നോക്കിയിട്ട് വാക്കുകൾ കണ്ടെത്താൻ അത് നിങ്ങളൊന്ന് ചെയ്താൽ മതി. അപ്പോൾ അതോടെ എന്ത് ചെയ്യുന്നു? ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. ഇതിന്റെ ബാക്കിയുള്ള യൂണിറ്റുകൾ വളരെ വേഗത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് മറ്റൊക്കെ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള യൂണിറ്റുകളും വേഗത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.